കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലേ. കാറ്റഗറി 1 ആയാലും 2 ആയാലും ഇനിയിപ്പോൾ 3ഉം 4 എടുത്താലും അതിൽ ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിൽ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ 30 സ്കോറിൽ 30 മാർക്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 25 പ്ലസ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, പറ്റണം എന്ന് വെച്ചാൽ എന്തായാലും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇംഗ്ലീഷിൽ വരിക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു 15ഓളം ചോദ്യങ്ങളാണ്. നമ്മൾ സാധാരണ പാരഗ്രാഫ് ഒക്കെ വെച്ച് പാസേജ് ഒക്കെ തന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ അതല്ലാതെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾ ഇന്ന് മുതൽ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രേസൽ വേർബ്സിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. ഓക്കെ, ഫ്രേസൽ വേർബ്സ് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതെന്തായാലും പഠിക്കണം. അതിന് കൂടെ നിങ്ങൾ ഇഡിയംസ് ഒക്കെ ഒന്ന് നോക്കുക. ഫോറിൻ ഫ്രേസ് ഒക്കെ ഇല്ലേ, ഇഡിയംസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത്യാവശ്യം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം. എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. ഫസ്റ്റ് ഇങ്ങനെയാണ്, ദി ഡാഷ് ആർ റിലേറ്റഡ് ടു ദി റാബിറ്റ്സ്. ദി ഡാഷ് ആർ റിലേറ്റഡ് ടു ദി റാബിറ്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് 4 തന്നിട്ടുണ്ട് ഓപ്ഷനിൽ. ഇതാ ഏറെക്കുറെ കാണുമ്പോൾ എല്ലാം ഒരു ഹെയർ എന്നുള്ള ഒരു രീതിയിൽ തന്നെ നമ്മൾ വായിക്കുമല്ലോ. ഇതാ ഹെയർസ്, ഹെയർസ്, ഹിയർസ്, അതുപോലെ ഹെയർസ് എല്ലാം ഒരു ഹെയർ എന്നുള്ള ഒരു ടൈപ്പ് തന്നെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഇതിൽ ഒരെണ്ണത്തിന്റെ മീനിങ് റാബിറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ റാബിറ്റ് എന്നാണ് ഉള്ളത്. ഓക്കെ, ബാക്കിയൊക്കെ അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ടാവും. ഒരെണ്ണം റാബിറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ തന്നിട്ടുണ്ട്. അത് ഏതാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇതിൽ ഏതായിരിക്കും പറയാൻ പറ്റുമോ? റാബിറ്റ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ എ ഹെയർ ആണോ, ഓപ്ഷൻ ബി ഹെയർസ് ആണോ, അല്ല ഓപ്ഷൻ സി ഹെയർസ് ആണോ, അല്ല ഓപ്ഷൻ ഡി ഹെയർസ് ആണോ? ഏതാ വരുക? നിങ്ങൾക്ക് അറിയുന്നതിനാണ്. ഇവിടെ ഒന്നാമത്തെ ഹെയർ എന്ന് വെച്ചാൽ HAIRS എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, നമ്മൾ തലമുടി അല്ലെ, മുടി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ആണ്. സോ അതെന്തല്ല റാബിറ്റ് എന്നുള്ള ഒരു മീനിങ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. റാബിറ്റിന് ഹെയർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് അത് റാബിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇതല്ല. രണ്ടാമത്തെ ഹെയർസ് അവിടെ നിൽക്കട്ടെ. തേർഡിലേക്ക് വന്നാൽ ഹിയർസ്, HER, ഹിയർ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ആണ് അല്ലെ. അപ്പൊ ഹിയർ എന്തായാലും റാബിറ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വരുന്ന HEIRS ഹെയർസ്. നിങ്ങൾ മറ്റേ ബ്രാൻഡൊക്കെ ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റേഴ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹെയർസ് എന്നുള്ള ഒരു ബ്രാൻഡ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഹെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിന്റെ അർത്ഥം നമ്മൾ ഈ അവകാശികൾ എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അവകാശികൾ എന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഹെയർ. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് നമ്മൾ ഇവിടെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ള ഓപ്ഷൻ ബി ആണ് ഹെയർ. HARES ആണ്, HARES. അതിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ സംശയമൊന്നും വേണ്ട, ഏതന്നെ വരിക? ഈ റാബിറ്റ് എന്നുള്ള ഒരു മീനിങ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് HARES. അറിയുന്നവരാണെങ്കിൽ പെട്ടെന്ന് കേട്ടിട്ടുണ്ട്, അല്ലാത്തവരൊന്ന് മനസ്സിലാക്കി വെക്കുക. HARES എന്ന് വെച്ചാൽ റാബിറ്റ് ആണ് കേട്ടോ. റാബിറ്റ്സ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഒരു വേർഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വരാം. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ ബാക്കി തുടർന്ന് അങ്ങോട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, an effective teaching aid is one which dash. An effective teaching aid is one which dash എന്ന് വെച്ചാൽ എന്താണ്? എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ് എന്ന് വെച്ചാൽ അതെന്താണ്? ഇവിടെ തന്ന ഓപ്ഷൻ നിങ്ങൾ വായിച്ചാൽ മതി, കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഈസ് കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ്. അല്ല, ഒരു എഫക്റ്റീവ് ടീച്ചിങ് എയ്ഡ് എന്ന് വെച്ചാൽ കളർഫുൾ ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. നോക്കാം. നെക്സ്റ്റ്, activates all the faculties of the learners. Okay, activates all the faculties of the learners എന്നാണ് പറഞ്ഞത്. ഓക്കെ, പഠിതാവിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അവിടെയൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റണം. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ടീച്ചിങ് എയ്ഡ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓപ്ഷൻ സി നോക്കുക, ഈസ് വിസിബിൾ ടു ഓൾ ദി ലേണേഴ്സ് ഇൻ ദി ക്ലാസ്. സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ് അല്ലെ, എന്തായാലും കാണുമല്ലോ. നെക്സ്റ്റ്, ഈസ് ഈസി ടു പ്രിപ്പയർ ആൻഡ് അപ്ലോഡ്. ഈസ് ഈസി ടു പ്രിപ്പയർ ആൻഡ് അപ്ലോഡ്. അപ്പോൾ an effective ടീച്ചിങ് എയ്ഡ്, എല്ലാം നമുക്ക് വേണമെങ്കിൽ ടീച്ചിങ് എയ്ഡുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും. പക്ഷെ ഒരു എഫക്റ്റീവ് ടീച്ചിങ് എയ്ഡ് എന്ന് ചോദിച്ചാൽ ഇതിൽ ഏതാണ് നമുക്ക് പറയാൻ പറ്റുക? ഈസ് വൺ വിച്ച്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് an effective teaching aid is one which activates all the faculties of the learners എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. അതായത് പഠിതാക്കളുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ ഒരു ടീച്ചിങ് എയ്ഡ് കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അവർ ഹെൽപ്ഫുൾ ആവണം എല്ലാ തരത്തിലും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ആക്ടിവേറ്റ്സ് ഓൾ ദി ഫാക്കൽറ്റീസ് ഓഫ് ദി ലേണർ എന്നാണ് വരിക. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 3. My car broke dash a mile away dash the station and I ran all the way.
അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, രണ്ട് ബ്ലാങ്ക് സ്പേസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഓരോ ഓപ്ഷൻ എടുത്താൽ നിങ്ങൾക്ക് അവിടെ രണ്ട് പേഴ്സ് ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്, പെയർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പെയർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ഫാർ അറ്റ്, അതായത് മൈ കാർ ബ്രോക്ക് ഫാർ എ മൈൽ എവേ അറ്റ് ദ സ്റ്റേഷൻ, അങ്ങനെയാണോ വരിക, കൃത്യമായിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഫിൽ ചെയ്ത് കൊടുക്കണം. ഏതാ വരിക, എന്തായാലും മൈ കാർ ബ്രോക്ക് മീൻസ് എന്താണ്, ബ്രേക്ക് ഡൗൺ ആയിരിക്കണം അല്ലെ, അങ്ങനെ ആയിരിക്കണമല്ലോ, നിങ്ങൾക്ക് അറിയാലോ, ബ്രേക്ക് ഡൗൺ ആയിരിക്കണം കാർ, അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, സ്റ്റേഷനിലേക്ക് ഓടിപ്പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ആൻസർ ഇവിടെ ഏതാ പറയാൻ പറ്റുക, കൃത്യമായിട്ട് വന്നാൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നോക്കിയേ, മൈ കാർ ബ്രോക്ക് ഡൗൺ എ മൈൽ എവേ ഫ്രം ദി സ്റ്റേഷൻ ആൻഡ് ഐ റാൻ ഓൾ ദി വേ. ക്ലിയർ? അപ്പൊ മൈ കാർ ബ്രോക്ക് ഡൗൺ എ മൈൽ എവേ ഫ്രം ദി സ്റ്റേഷൻ. ക്ലിയർ? എത്രയോ സ്റ്റേഷനിൽ നിന്ന് എത്രയോ ദൂരത്തിലാണ് ബ്രേക്ക് ഡൗൺ ആയത്. സോ എന്ത് ചെയ്തു, ഞാൻ എല്ലാ വഴിയിലൂടെ ഓടിപ്പോയി. ഓക്കെ, ഓടി. ക്ലിയർ? അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? അപ്പോൾ ബ്രേക്ക് ഡൗൺ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ബ്രോക്ക് ഡൗൺ ഉപയോഗിക്കുന്നത്. വണ്ടി വഴിക്കായി പോയി, അത്രയേ ഉള്ളൂ. കംപ്ലൈന്റ് വന്ന് വണ്ടി വഴിക്കായി, അതൊക്കെ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കിൽസ് ആർ നീഡഡ് ബൈ ടീച്ചേഴ്സ് ടു അഡാപ്റ്റ് എഫക്റ്റീവ്ലി വിത്ത് ദി ക്ലാസ് റൂം ടീച്ചിങ് ലേണിംഗ് പ്രോസസ്? നല്ലൊരു ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കിൽസ് ആർ നീഡഡ് ബൈ ടീച്ചേഴ്സ് ടു അഡാപ്റ്റ് എഫക്റ്റീവ്ലി വിത്ത് ദ ക്ലാസ് റൂം ടീച്ചിങ് ലേണിംഗ് പ്രോസസ്? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 1 2 3 4 എന്ന് വെച്ചുകൊണ്ട് 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കിൽസ്, ഇവിടെ 4 സ്കിൽസ് തന്നിട്ടുണ്ട്, ആർ നീഡഡ് ബൈ ടീച്ചേഴ്സ് ടു അഡാപ്റ്റ് എഫക്റ്റീവ്ലി വിത്ത് ദ ക്ലാസ് റൂം ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആണ്. ക്ലാസ് റൂം ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആണ്. അപ്പോൾ ഒരു ക്ലാസ് റൂമിലെ ടീച്ചർക്ക് എഫക്റ്റീവായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ് ഏതാണ്, അത്യാവശ്യം വേണ്ട സ്കിൽ ഏതാണെന്നാണ് ചോദിച്ചത്. നോക്കിയേ, നമ്പർ 1 2 3 അവരുടെ ഓപ്ഷൻ കണ്ടാൽ മനസ്സിലാവും. 1 and 2 എന്നാണ്, അവിടെ മിസ്സായി പോയതാണ്. 1 and 2 എന്നാണ്. നെക്സ്റ്റ് 2 and 3, പിന്നെ ഓപ്ഷൻ സി 1 3 and 4 ആൻഡ് ഓപ്ഷൻ ഡി 2 3 and 4 എന്നൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഏതാണ് ആൻസറിലേക്ക് കൃത്യമായിട്ടുള്ള ആൻസർ പറയാൻ പറ്റുന്നത് ഏതാണ്? ശരിക്കും ഒന്ന് നോക്കിയാൽ പറയാൻ പറ്റും ഏതാ വരുക. കറക്റ്റ് ആയിട്ട് നോക്കുക. അവിടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതാ സ്കിൽസ് തന്ന ഒന്ന് ഇതാണ്. നമ്പർ 1 നോളജ് ഓഫ് ടെക്നോളജി, ടെക്നോളജിയെ കുറിച്ചുള്ള അറിവ് അല്ലേ. നെക്സ്റ്റ് യൂസ് ഓഫ് ടെക്നോളജി ഇൻ ടീച്ചിങ് ലേണിംഗ്, അതായത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലേക്ക് നമുക്ക് ആ ടെക്നോളജിയെ യൂസ് ചെയ്യാനുള്ള അറിവ് ഉണ്ടായിരിക്കണം ടീച്ചർക്ക്. പിന്നെ നോളജ് ഓഫ് സ്റ്റുഡൻസ് നീഡ്സ്, കുട്ടികളുടെ ആവശ്യത്തെ സംബന്ധിച്ചുള്ള ഒരു അറിവ് ടീച്ചറിന് ഉണ്ടായിരിക്കണം അല്ലേ. നെക്സ്റ്റ് കണ്ടന്റ് മാസ്റ്ററി, കണ്ടന്റിനെ കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കണമല്ലോ അല്ലേ, കണ്ടന്റിൽ കൃത്യമായിട്ടുള്ള കണ്ടന്റ് നോളജ് എന്തായാലും ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുക? ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൽ 1 2 3 4 എല്ലാം ശരിയായിട്ട് തോന്നും. അങ്ങനെ തോന്നിയാലും നിങ്ങളുടെ ഓപ്ഷനിലേക്ക് വരിക, അവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണെന്നുള്ളത് നോക്കണം. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ പറയുകയാണ് ടീച്ചർക്ക് എന്നാൽ നോളജ് ടെക്നോളജിയെ കുറിച്ചുള്ള നോളജ് ഉണ്ടാവണം, അത് ലേണിംഗ് പ്രോസസ്സിലേക്ക് ടീച്ചിങ് പ്രോസസ്സിലേക്ക് യൂസ് ചെയ്യാനുള്ള നോളജ് ഉണ്ടാവണം, എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. പക്ഷേ ഓപ്ഷനിലേക്ക് വരുമ്പോൾ 1 2 3 4 ഇവിടെ ഓപ്ഷൻ ഇല്ല അല്ലേ. ഓക്കെ, എല്ലാം ഇല്ല. ഒന്നെങ്കിൽ 1 2 അല്ലെങ്കിൽ 2 3 പിന്നെ 1 3 4 ഓർ 2 3 4 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് നോളജ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജിയെ കുറിച്ചുള്ള ഒരു ധാരണ ടീച്ചറിന് ഉണ്ടായിരിക്കണം. പക്ഷെ അത് വെറുതെ എന്തെല്ലോ ധാരണ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യണം, യൂസ് ഓഫ് ടെക്നോളജി ഇൻ ടീച്ചിങ് ലേണിംഗ്. ഓക്കെ, ടീച്ചിങ് ലേണിംഗിലേക്ക് ആ ടെക്നോളജി യൂസ് ചെയ്യാനുള്ള ഒരു അറിവും കൂടെ ടീച്ചർക്ക് ഉണ്ടാവണം. അപ്പോൾ നമുക്കിവിടെ തന്നില്ല, ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നത് 2 എന്തായാലും വരും. 3 ഉറപ്പാണ്, നോളജ് ഓഫ് സ്റ്റുഡൻസ് നീഡ്സ്, കുട്ടികളുടെ ആവശ്യതയെക്കുറിച്ചുള്ള അറിവൊക്കെ ടീച്ചർക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവണം, അത് ഓക്കെയാണ്. പിന്നെ കണ്ടന്റ് മാസ്റ്ററി, അത് മസ്റ്റാണ്, ടീച്ചേഴ്സിന് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു സ്കില്ലാണ് അല്ലേ. കണ്ടന്റ് മാസ്റ്ററി ഉണ്ടായിരിക്കണം, നിങ്ങൾ എന്തായാലും അതിൽ കണ്ടന്റ് നോളജ് ഉറപ്പായിട്ടും വേണം. അപ്പോൾ ഇവിടെ നമുക്ക് 2 3 4 ആണ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ച് പറയാൻ പറ്റുക. എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, 2 3 and 4 ആണ്. അപ്പോൾ ഇപ്പോൾ 1 2 3 and 4 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. പക്ഷേ നോളജ് ഓഫ് ടെക്നോളജിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് കാര്യമില്ല, അത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലേക്ക് യൂസ് ചെയ്യാനുള്ള അറിവാണ് ടീച്ചർക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ, എല്ലാത്തിനെയും കുറിച്ചുള്ള ധാരണ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൃത്യമായിട്ട് നമ്മുടെ മേഖലയിലേക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ വരുന്നത് 1 2 3 and 4 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മൊത്തം ഒരു എക്സാമിന് വന്നതാണ്, നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് കോപ്പി ചെയ്തെടുത്തേ ഉള്ളൂ. ഓക്കെ, ഇത് ഞാൻ വെറുതെ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തില്ല, റാൻഡം ആയിട്ട് വന്നതല്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ഇങ്ങനെയാണ്, ദി പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസ്ലെക്സിയ ഇൻക്ലൂഡ്സ്. ആ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസ്ലെക്സിയ, ഡിസ്ലെക്സിയയുടെ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ, പുവർ സോഷ്യൽ ഇന്ററാക്ഷൻസ്, ഫ്ലുവൻസി ഇൻ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, എൻഗേജിംഗ് ഇൻ റെപ്പറ്റേറ്റീവ് ലോക്കോമോട്ടോർ ആക്ഷൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻഎബിലിറ്റി ടു റീഡ് ഫ്ലുവൻലി. ഏതാ വരുക? എന്താണ് ഡിസ്ലെക്സിയ എന്നുള്ളൊരു ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയേ വേണ്ടൂ, അപ്പോൾ തന്നെ ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്താണ് ഡിസ്ലെക്സിയ?
അല്ലേ? ഡിസ്ലെക്സിയ ഇസ് എ കൈൻഡ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഡിസബിലിറ്റി ആണ്. അത് എന്തിലുള്ള ഡിസബിലിറ്റി ആണ്? റീഡിംഗ് ഡിസബിലിറ്റി ആണോ, അല്ല റൈറ്റിംഗ് ഡിസബിലിറ്റി ആണോ, ഇനി അതല്ല മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ഡിസബിലിറ്റി ആണോ, ഏതാ വരുവാൻ പറ്റുക? ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് വരിക? ഡിസ്ലെക്സിയ റൈറ്റിംഗ് അല്ല, പകരം എന്താണ്? റീഡിംഗ് ഡിസബിലിറ്റി ആണ് അല്ലേ? സോ നമ്മുടെ ആൻസർ എന്താണ്? ഇൻഎബിലിറ്റി ടു റീഡ് ഫ്ലുവൻലി. ഇൻഎബിലിറ്റി ടു റീഡ് ഫ്ലുവൻലി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഡിസ്ലെക്സിയ എന്ന് വെച്ചാൽ നമുക്കറിയുന്നത് തന്നെയാണ്, റീഡിംഗ് ഡിസബിലിറ്റി ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻഎബിലിറ്റി ടു റീഡ് ഫ്ലുവൻലി. കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യമാണ് അല്ലേ? നെക്സ്റ്റിലേക്ക് വരാം, 6th ക്വസ്റ്റനിലേക്ക്. ഓക്കെ, 6th ശ്രദ്ധിക്കണം, കറക്റ്റ് നല്ലൊരു ക്വസ്റ്റൻ ആണ്, നോക്കാം. ദ ഇഡിയം ടു കീപ് ദ ബോൾ റോളിംഗ് മീൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഇഡിയം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ തന്നു നോക്കിയേ, ദ ഇഡിയം എന്താണ്? ഇഡിയം ദ ടു കീപ് ദ ബോൾ റോളിംഗ് മീൻസ്. ടു കീപ് ദ ബോൾ റോളിംഗ്, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ടു കീപ് ദ ബോൾ റോളിംഗ്. അപ്പൊ എന്താണ് ടു കീപ് ദ ബോൾ റോളിംഗ് എന്നുള്ള ഇഡിയം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ, ടു ഏൺ മോർ ആൻഡ് മോർ, ടു വർക്ക് കോൺസ്റ്റന്റ്ലി, ഓപ്ഷൻ സി ടു കീപ് ദ കോൺവെർസേഷൻ അൺഇന്ററപ്റ്റഡ്, ആൻഡ് ഓപ്ഷൻ ഡി ടു മേക്ക് ദ ബെസ്റ്റ് യൂസ്ഡ് ഓഫ് ദി സിറ്റുവേഷൻ. അപ്പൊ ഇതിൽ നമുക്ക് ഏതാ ടു കീപ് ദ ബോൾ റോളിംഗ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ടു കീപ് ദ ബോൾ റോളിംഗ്, ദാറ്റ് ഈസ് ഒരു ബോൾ ഇങ്ങനെ റോൾ ഉരുണ്ടോണ്ടിരിക്കുന്നുണ്ട്, അപ്പൊ അതിന് ഉരുളാൻ തന്നെ സമ്മതിക്കും അല്ലെ? അതിനെ കീപ്പ് ചെയ്യുക, അതായത് അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ അത് ഉരുണ്ടോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിനിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷന് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ടു കീപ് ദ ബോൾ റോളിംഗ് മീൻസ് ടു കീപ് ദ കോൺവെർസേഷൻ അൺഇന്ററപ്റ്റഡ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് പോവുക എന്നുള്ളതാണ്, ഒരു തടസ്സം ഇല്ലാതാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ദാറ്റ് ഈസ് ടു കീപ് ദ ബോൾ റോളിംഗ്, ആ വേർഡ് തന്നെയുണ്ട് അല്ലേ? സോ ടു കീപ് ദ കോൺവെർസേഷൻ അൺഇന്ററപ്റ്റഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. അപ്പോൾ ഇഡിയംസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് പറ്റുമെങ്കിൽ കിട്ടാവുന്നതൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. കേട്ടറ്റ് എക്സാമിന് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു PDF മെറ്റീരിയൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് 4 തരത്തിലുള്ള PDF ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സൈക്കോളജിയുടെ മലയാളം മീഡിയമാണ്. സൈക്കോളജി ഇവിടെ കാണുന്നുണ്ട്, മലയാളം മീഡിയത്തിലുള്ളതാണ്. 1000-ലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റീവ്, നമ്മുടെ എക്സാമിന് വന്നിരിക്കുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ വേണ്ടി പറ്റും. റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ കാര്യങ്ങളും അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് സൈക്കോളജിയുടെ തന്നെ നെക്സ്റ്റ് ഇതാ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് ആണ്. അത് ഇംഗ്ലീഷിൽ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ ഇംഗ്ലീഷിൽ അറ്റൻഡ് ചെയ്യുന്നവരും മലയാളത്തിൽ അറ്റൻഡ് ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ 2 സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് മലയാളം സബ്ജക്റ്റ് ആണ്. മലയാളം സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളെ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്. ഓക്കെ, കാറ്റഗറി 3 ഓപ്ഷണൽ മലയാളം അല്ല, ബാക്കിയല്ലോ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, അത് കാറ്റഗറി 3, 4 എല്ലാത്തിനും 1, 2 എല്ലാവർക്കും വേണ്ട രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഇപ്പൊ ലൈറ്റസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട 1000 ക്വസ്റ്റ്യൻസ്. ഓക്കെ, എല്ലാ ടൈപ്പും അതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ പാരഗ്രാഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാടുണ്ട്. പാസേജുമായി കണക്ട് ചെയ്തുകൊണ്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ ടൈപ്പും എല്ലാം നമ്മുടെ എക്സാം എന്തൊക്കെയാണ് 30 സെറ്റ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത് അതിൻ്റെ തന്നെ ഒരുപാട് ടൈപ്പ് മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 1000-ലധികം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിലും എന്ത് ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ജസ്റ്റ് PDF മെസ്സേജ് ചെയ്താൽ മതി. അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് അവിടുന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും തരും. നെക്സ്റ്റ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ മെഷേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. CE. ഓക്കെ, CE അല്ലെങ്കിൽ CCE എന്നൊക്കെ പറയുന്നതാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. വിച്ച് മെഷേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചത്. നോക്കാം, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ലേണേഴ്സ്, ഡെവലപ്മെന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി, ഡെവലപ്മെന്റ് ഓഫ് എക്സ്പീരിയൻസ്, ആൻഡ് ഓപ്ഷൻ ഡി ഡെവലപ്മെന്റ് ഓഫ് ഡൈവേർജന്റ് തിങ്കിങ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമുക്ക് CCE കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുക? കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഡെവലപ്മെന്റ് ഓഫ് ഡൈവേർജന്റ് തിങ്കിങ് ആണോ, ഡെവലപ്മെന്റ് ഓഫ് എക്സ്പീരിയൻസ് ആണോ, ഡെവലപ്മെന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ആണോ, അല്ല ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ലേണേഴ്സ് ആണോ? നമ്മുടെ ആൻസർ വരുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് എന്ന് വെച്ചാൽ നമ്മുടെ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റി കംപ്ലീറ്റ്, ഒരു കുട്ടിയെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്യുന്നുണ്ട് അല്ലെ, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. വൈഡായിട്ട് ചെയ്യുന്നതാണ് അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ആൻസർ ചെയ്യുന്നത് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ലേണേഴ്സ് എന്നുള്ളതാണ് കേട്ടോ. ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ലേണേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ മെഷേഴ്സ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ലേണേഴ്സ്. അപ്പോൾ ഇവിടെ ഡെവലപ്മെന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി അല്ലെ, ഡെവലപ്മെന്റ് ഓഫ് എക്സ്പീരിയൻസ് അല്ലെ, ഡെവലപ്മെന്റ് ഓഫ് ഡൈവേർജൻസി, എല്ലാ കാര്യങ്ങളും ഇത് ഓരോന്നായിട്ട് മാത്രമല്ല കംപ്ലീറ്റ് മൊത്തത്തിൽ വരും. ദാറ്റ് ഈസ് ഹോളിസ്റ്റിക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The meeting ended in fiasco. Herein fiasco means എന്താണ്? നിങ്ങൾ ഈ ഒരു തന്ന വേർഡിന്റെ അർത്ഥമാക്കുന്നതാണ് ചോദിച്ചത്. ഫിയാസ്കോ. ഓക്കെ, ദ മീറ്റിംഗ് എൻറ്റഡ് ഇൻ ഫിയാസ്കോ. ഹിയർ
ഇൻ ഫിയാസ്കോ മീൻസ്, ഫിയാസ്കോ എന്നുള്ള വേർഡ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതാണ്. ഓപ്ഷൻസ് ഓക്കെ. ഇൻ എ സക്സസ്ഫുൾ വേ, ഇൻ എ കൺഫ്യൂസിങ് മാനർ, പിന്നെന്താണ് ഇൻ കംപ്ലീറ്റ് ഫെയിലിയർ ആണ്, കംപ്ലീറ്റ് ഫെയിലിയർ, ആൻഡ് ഓപ്ഷൻ ഡി ഇൻ അക്രമോണിഷ് ഡിബേറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ഫിയാസ്കോ എന്നുള്ളൊരു വേർഡ് മീനിങ് നമുക്ക് എന്താ പറയാൻ പറ്റുക, കൃത്യമായിട്ട് പറയാൻ പറ്റണം. ഏതാ വരുക? ഫിയാസ്കോ അല്ലേ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് വിച്ച് മീൻസ് ഇൻകംപ്ലീറ്റ് ഫെയിലിയർ എന്നുള്ളതാണ് കേട്ടോ. കംപ്ലീറ്റ് ഫെയിലിയർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇത് വിളിക്കുക. അപ്പോൾ ദ മീറ്റിംഗ് എൻഡഡ് ഇൻ കംപ്ലീറ്റ് ഫെയിലിയർ എന്നുള്ള അർത്ഥത്തിലാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ സിമ്പിൾ ആണല്ലേ, ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നെക്സ്റ്റ്, ദ ടേം PSRN ഇൻ ഡെവലപ്മെന്റ് ഇംപ്ലൈസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ വന്നാൽ ചിലപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് കാണില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി എക്സാമിന് വന്നാലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അറിയാത്ത ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്കൊന്നും അറിയില്ല എന്നല്ല വിചാരിക്കേണ്ടത്. അറിയാത്ത ക്വസ്റ്റൻസ് കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇനിയുള്ള എക്സാമിന് ആ ക്വസ്റ്റൻ വന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ല നമ്മൾ അറിയുന്നത് മാത്രം നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം നമുക്ക് എക്സാമിന് പോയി കഴിഞ്ഞാൽ അതന്നെ വരണമെന്നില്ലല്ലോ, എന്തും വരാം. സോ ഇവിടെ നോക്കുക, ഇത് എല്ലാവർക്കും അറിയണമെന്നില്ല. ദ ടേം PSRN ഇൻ ഡെവലപ്മെന്റ് ഇംപ്ലൈസ്. എന്താണ് ഡെവലപ്മെന്റിൽ PSRN എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ നോക്കുക. പ്രോബ്ലം സോൾവിംഗ്, റീസണിങ്, ന്യൂമറസി. പിന്നെന്താണ് പ്രോബ്ലം സോൾവിംഗ്, റിലേഷൻഷിപ്പ്, ന്യൂമറസി. പിന്നെയോ പെർസെപ്ച്വൽ സ്കിൽ, അതുപോലെ റീസണിങ്, ന്യൂമറസി. ആൻഡ് ഓപ്ഷൻ ഡി പെർസെപ്ച്വൽ സ്കിൽ, റിലേഷൻഷിപ്പ്, നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ PSRN കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? യാതൊരു തരത്തിലുള്ള സംശയങ്ങളും വേണ്ട. ആൻസർ വരുന്നത് PSRN എന്ന് വെച്ചാൽ P സ്റ്റാൻഡ് ഫോർ പ്രോബ്ലം സോൾവിംഗ്, ദാറ്റ് ഈസ് PS പ്രോബ്ലം സോൾവിംഗ്. R സ്റ്റാൻഡ് ഫോർ റീസണിങ്, ഓക്കെ, ആൻഡ് N സ്റ്റാൻഡ് ഫോർ ന്യൂമറസി. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പ്രോബ്ലം സോൾവിംഗ്, റീസണിങ്, ന്യൂമറസി. Clear? So the term PSRN is in development implies problem solving, reasoning and numeracy. In doubt ഉണ്ടാകുമ്പോൾ problem solving ആണ് PS, reasoning ആണ് R, numeracy or numbers. Okay, numeracy ആണ് N എന്ന് പറയുന്ന സാധനം. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 10th ക്വസ്റ്റ്യൻ. Evaluation identifies learning deficiencies and conditions and difficulties of the learner. Okay, ഇവിടെ തന്നിരിക്കുന്നതിൽ 4 തന്നിട്ടുണ്ട്. ഡയഗ്നോസ്റ്റിക്, സമ്മേറ്റീവ്, പ്രോസസ് ആൻഡ് കണ്ടിന്യൂസ്. സോ dash evaluation identifies learning deficiencies and conditions and difficulties of the learner. അപ്പോൾ ഒരു പഠിതാവിന്റെ അല്ലെങ്കിൽ ലേണറിന്റെ ലേണിംഗ് ഡെഫിഷ്യൻസീസ്, അതുപോലെ എന്താണ് കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്, അതുപോലെ തന്നെ ഡിഫിക്കൽട്ടീസ് ഓഫ് ലേണിംഗ്, ഇതൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏത് ഇവാലുവേഷൻ മെത്തേഡ് വെച്ചിട്ടാണെന്നാണ് ചോദിച്ചത്. ഡയഗ്നോസ്റ്റിക് ആണോ, സമ്മേറ്റീവ് ആണോ, പ്രോസസ് ആണോ, കണ്ടിന്യൂസ് ആണോ? ഏതാ വരുക? വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ ഒരാളെ കാര്യങ്ങളൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു അസുഖമായിട്ട് ഡോക്ടറെ അടുത്ത് പോകുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു അല്ലേ? അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ ഡോക്ടർ ആദ്യം മനസ്സിലാക്കുന്നു, മീൻസ് ഡയഗ്നോസ് ചെയ്യുന്നു. എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഡോക്ടർ അതിൽ ആവശ്യമായിട്ടുള്ള റെമഡീസ് പിന്നെ പറഞ്ഞിരുന്നുള്ളൂ അല്ലെ? സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഡയഗ്നോസ് ചെയ്യലാണ്. ക്ലിയർ? സോ ഇവിടെ എന്താണ് ഇതൊക്കെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ എന്താണ്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ്. ഓക്കെ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഐഡന്റിഫൈസ് ലേണിംഗ് ഡെഫിഷ്യൻസീസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് ഡിഫിക്കൽട്ടീസ്. ക്ലിയർ? റെഡി ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. പാർട്ടിസിപ്പേഷൻ ഇൻ പ്ലേ ഓർ സ്പോർട്സ് എൻഹാൻസസ് ഡാഷ് സ്കിൽസ്. അപ്പോൾ നമ്മുടെ സ്പോർട്സിലോ അല്ലെങ്കിൽ മറ്റു കളികളിലൊക്കെ ഏർപ്പെടുന്നത് മൂലം നമുക്ക് എന്ത് തരത്തിലുള്ള സ്കില്ലാണ് അവിടെ എൻഹാൻസ് ചെയ്യുന്നത് അല്ലെ? ഏതാണ് വരുക? മെന്റൽ, ഫിസിക്കൽ, സോഷ്യൽ, ഓൾ ഓഫ് ദി എബോവ്. ഏതാ വരുക? പാർട്ടിസിപ്പേഷൻ ഇൻ പ്ലേ ഓർ സ്പോർട്സ് എൻഹാൻസസ് ഡാഷ് സ്കിൽസ്. മെന്റൽ സ്കിൽസ് ആവാം, ഫിസിക്കൽ ആവാം, സോഷ്യൽ ആവാം. ഇനി അല്ല ഇതെല്ലാം ഉണ്ടെങ്കിൽ മൊത്തത്തിലാവാം, ഓൾ ദി എബോവ് ആവാം. ഏതാ വരുക? വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് മെന്റൽ പ്ലസ് സോഷ്യൽ, ഫിസിക്കൽ പ്ലസ് സോഷ്യൽ എല്ലാം വരും അല്ലെ? നമ്മൾ കളികളിൽ ഏർപ്പെടുക, സ്പോർട്സിൽ ഏർപ്പെടുക വെച്ചാൽ നമ്മൾ മൊത്തത്തിലുള്ള ഒരു പിന്നെ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ദി എബോവ് ആണ്. ഓൾ ദി എബോവ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇതൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് നമ്മൾ ഇംഗ്ലീഷ് തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് മറ്റെല്ലാ ഭാഗത്തും ഇങ്ങനത്തെ വരാം. പെഡഗോഗി സെഷനിൽ വരുന്ന ക്വസ്റ്റൻസ് തന്നെയാണ്. നെക്സ്റ്റ്, വെജിറ്റബിൾസ് ആർ ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് അവർ ഡയറ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ദ ഇന്റഗ്രൽ, ഇവിടെ അണ്ടർലൈൻ ചെയ്ത ആ ഒരു വേർഡിന്റെ മീനിങ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ വെജിറ്റബിൾസ് ആർ ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് അവർ ഡയറ്റ്. ദ വേർഡ് അണ്ടർലൈൻഡ് ഇന്റഗ്രൽ. ഓക്കെ, ഇന്റഗ്രൽ എന്നുള്ളത് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ, മൈനർ, മേജർ, ബേസിക് ആൻഡ് എസെൻഷ്യൽ. ഓക്കെ, ഏതാ വരുക?
മൈനർ എന്നാണോ മേജർ എന്നാണോ ബേസിക് എന്നാണോ എസെൻഷ്യൽ ആണോ? ബേസിക് എന്നായിരുന്നു, ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോൾ എസെൻഷ്യൽ അതിലേതാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇന്റഗ്രൽ പാർട്ട് ഓഫ് അവർ ഡയറ്റ്. നമ്മുടെ ഡയറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഏത്? ഈ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് അല്ലെ. വെജിറ്റബിൾസ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇന്റഗ്രൽ എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വേർഡ് ഏതാണെന്നാണ് ഈ ചോദിച്ചത്. ആൻസർ നമ്മൾ അറിയാതെ നേരെ ചിലപ്പോൾ മേജർ പാർട്ട് എന്ന് പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ ആൻസർ ഇവിടെ ഇന്റഗ്രൽ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എസെൻഷ്യൽ പാർട്ടാണ്. ഓക്കെ, വെജിറ്റബിൾസ് ആർ an essential part of our diet എന്നാണ് വരിക. ക്ലിയർ? അപ്പൊ ഇന്റഗ്രൽ മീൻസ് എസെൻഷ്യൽ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ? റെഡി ആയി എന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. നെക്സ്റ്റ്, the lady could not understand anything that the old man said. The word that is underlined can be replaced by the phrase. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവിടെ നിങ്ങൾക്ക് ഒരു 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 സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. The lady could not understand anything that the old man said. അല്ല, വയസ്സായ മനുഷ്യൻ പറഞ്ഞ ഒന്നും ആർക്ക് മനസ്സിലായിട്ടില്ല? ഈ ലേഡിക്ക് മനസ്സിലായിട്ടില്ല, ഒന്നും മനസ്സിലായിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിച്ചതല്ല. The word that is underlined can be replaced by the phrase given below. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്ത വേർഡ്. അപ്പൊ അതിനെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഏത് ഫ്രൈസ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ ഇവിടെ 4 ഫ്രൈസസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ നോക്കിയേ, ഗിവ് ഇൻ എന്ന് തന്നിട്ടുണ്ട്, പിന്നെന്താണ് പുട്ട് അക്രോസ് ഉണ്ട്, ദെൻ ടേൺ അപ്പ് ആൻഡ് ഓപ്ഷൻ ഡി മേക്ക് ഔട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 4 തന്നിട്ടുണ്ട്. അതിൽ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ആ ഒരു വേർഡ് മീനിങ് വരുന്നത് ഇതിൽ ഏതാണെന്നാണ് നിങ്ങൾ പറയണ്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സിമ്പിൾ മീൻസ് അറിയുന്നവർക്ക് സിമ്പിൾ ആയിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യം ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അത്യാവശ്യം ഈ ഫ്രേസൽ വെർബിനൊക്കെ ഒരു മീനിങ് മാത്രമല്ല, ഒന്നിലധികം മീനിങ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ഇവിടെ ഗിവിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈൽഡ് എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് അല്ലെങ്കിൽ സറണ്ടർ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട് ഗിവിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈൽഡ് അല്ലെങ്കിൽ സബ്മിറ്റ് അല്ലെങ്കിൽ സറൗണ്ട് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ? സറൗണ്ട് അല്ല, സോറി, സറണ്ടർ ആണ്. സറണ്ടർ, സബ്മിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ നോട്ട് നാളെ സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ പകരം ഗിവിൻ എന്നൊക്കെ നമുക്ക് വേണം പറയാം. അപ്പൊ ഗിവിൻ എന്ന് വെച്ചാൽ ആ അർത്ഥത്തിലൊക്കെ പ്രയോഗിക്കുന്നതാണ്. ഈൽഡ് അല്ലെങ്കിൽ സബ്മിറ്റ് അല്ലെങ്കിൽ സറണ്ടർ എന്നൊക്കെ ഉപയോഗിക്കാം. പുട്ട് അക്രോസ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പുട്ട് അക്രോസ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അറിയുന്നതായിരിക്കും കൂടുതൽ ആളുകൾക്കും അല്ലെ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കൺവേ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലൊക്കെ പുട്ട് അക്രോസ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ടേൺ അപ്പ് എന്നുള്ളത് നമ്മൾ അറൈവ് അല്ലെങ്കിൽ ഇൻക്രീസ് അല്ലെങ്കിൽ റൈസ് എന്നൊക്കെയുള്ള മീനിങ്ങിൽ നമ്മൾ പറയാം. റൈസ് മറ്റേ RICE അല്ല, RAI ആണ്. ഓക്കെ, RAISE ആണ്, ആ റൈസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നുമില്ല, നമ്മൾ ഈ വോളിയം ഇൻക്രീസ് ചെയ്യാനൊക്കെ പറയാറില്ലേ. ചെറുപ്പം വോളിയം കുറഞ്ഞു പോയി, അപ്പോൾ വോളിയം ജസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുള്ള മീനിങ് ഒക്കെ റൈസ് ദ വോളിയം എന്നൊക്കെ പറയാറുണ്ട്. സോ അതാണ് ഉദ്ദേശിക്കുന്നത് ടേൺ അപ്പ് കൊണ്ട്. ആ വേർഡ് മീനിങ് മനസ്സിലാക്കുക. ദെൻ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഈ പറഞ്ഞ 3 എന്തായാലും അണ്ടർസ്റ്റാൻഡ് എന്നുള്ള വേർഡ് മീനിങ് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ. ഗിവിൻ എന്ന് വെച്ചാൽ നമ്മൾ ഈൽഡ് അല്ലെങ്കിൽ സറണ്ടർ അതല്ലെങ്കിൽ സബ്മിറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. പുട്ട് അക്രോസ് കൺവ്യൂണിക്കേറ്റ് ആണ്, കൺവേ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ടേൺ അപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ പറഞ്ഞു എന്താണ്, ഇൻക്രീസ് അല്ലെങ്കിൽ റൈസ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ അറൈവ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. സോ മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാലാണ് അതിന്റെ വേർഡ് മീനിങ് എന്താണ് വരിക? അണ്ടർസ്റ്റാൻഡ് എന്നാണ് വരിക. സോ ഇവിടെ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസൽ വെർബ് മേക്ക് ഔട്ട് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ഫ്രേസൽ വെർബ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം പഠിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പറ്റുന്നവരാണെങ്കിൽ ഒന്ന് നോക്കി വെച്ചോ. നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു വേർബിൽ നിന്ന് വരാറുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. If we had not gone in a cab dash. If we had not gone in a cab dash എന്നാണ് പറയുന്നത്. if clause-മായി ബന്ധപ്പെട്ട കാര്യം ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞു. if clause കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ടോപ്പിക് വെച്ച് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നേ നമ്മൾ ഇംഗ്ലീഷിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞാണ്. സോ അന്ന് കണ്ടവരുണ്ടെങ്കിൽ അത് കവർ ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. സോ അവർക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ if we had not gone in a cab dash എന്നാണ് അതിന്റെ വരിക. ഓപ്ഷൻ നോക്കാം. we has missed the flight, we will miss the flight, we would have missed the flight, and option D, we would miss the flight. സോ ഇവിടെ മനസ്സിലാക്കുക, if we had എന്നാണ് വന്നത് അല്ലേ. സോ നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ്. we would have missed the flight എന്നാണ് വരിക. ഓക്കെ, we would have missed the flight. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഏകദേശം ആ ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. പാർട്ട് 2 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാസേജ് ഉണ്ടാവും, 5-6 ക്വസ്റ്റൻസ് പാസേജ് എന്ന് വരും. ബാക്കി ഇതുപോലുള്ള ക്വസ്റ്റൻസ് വരിക. പിന്നെ റിപ്പോർട്ടിംഗ് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഒക്കെ ബന്ധപ്പെട്ട് അങ്ങനെ കുറച്ച് 1-2 ക്വസ്റ്റൻസും കൂടെ വരും. ഓക്കെ, പാർട്ട് 3 ഇംഗ്ലീഷ് സെലക്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് 10 പാസേജ് എന്ന് വരും ക്വസ്റ്റൻ. ബാക്കിയാണ് ഇതുപോലത്തെ ജനറൽ ക്വസ്റ്റൻസ് ഒക്കെ വരിക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. 25+ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഔട്ട് ഓഫ് 30 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഇംഗ്ലീഷിന്റെ PDF മെറ്റീരിയൽ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഏറെക്കുറെ എല്ലാവരും കണ്ടതാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. അത് PDF എന്ന് വെച്ചാൽ കുറെ ആളുകൾ ബുക്കാണെന്ന് വിചാരിച്ചിട്ട് പറയുന്നുണ്ട്. PDF എന്ന് വെച്ചാൽ PDF സോഫ്റ്റ് കോപ്പിയാണ്, ഹാർഡ് കോപ്പി അല്ല, പുസ്തകമല്ല. PDF ഓക്കെ, പോർട്ടബിൾ ഡോക്യുമെന്റ് ഫയൽ എന്ന് നമ്മൾ പറയും. അത് സോഫ്റ്റ് കോപ്പിയാണ്, ഫോണിലൊക്കെ അയച്ചിരുന്ന മെത്തേഡ് സാധനമാണ്. സോ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് പിന്നെ മെസ്സേജ് ചെയ്യാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ കുറച്ചധികം ചോദ്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യണം, ആരും ലൈക്ക് ചെയ്യാൻ മറക്കാൻ പാടില്ല. ഓക്കെ, താങ്ക് യു.